ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബയോളജി, ജീവശാസ്ത്രം, അതിൽ നിന്നും 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന കുത്തിവയ്പ്പ് LPV. കേരളത്തിലെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത് മത്സ്യമാണ്? കരിമീൻ. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക രക്തദാന ദിനം എന്നാണ്? ഒക്ടോബർ 1. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? പാലിയന്റോളജിയാണ് ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. ഹൃദയമസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം എത്തിക്കുന്ന രക്തധമനി ഏത്? ഏതാണ്? കൊറോണറി ആർട്ടറിയാണ് ഹൃദയമസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം എത്തിക്കുന്ന രക്തധമനി. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കടൽ മത്സ്യകൃഷിയാണ് മാരികൾച്ചർ. ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് എവിടെയാണ്? രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത്. മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിളിലാണ്. ചെടികൾക്ക് ആവശ്യമായ പോഷണം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഏത് അവയവമാണ്? കണ്ണിലാണ് മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്നത്. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം ഏതാണ്? കരൾ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം ഏതാണ്? കരൾ. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റിനയാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി. ജീവകം ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം കണ. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സ് ഏതാണ്? അന്നജം. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം റെറ്റിനോപ്പതി. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏത്? ഏതാണ്? ഉളിപ്പല്ല്.
മനുഷ്യൻ്റെ ആമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം? അമ്പലവയൽ. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അമ്പലവയൽ. പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? എൻഡമോളജി. എൻഡമോളജിയാണ് പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഒരു ഭാഗം ഏത്? പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഒരു ഭാഗം ഏതാണ്? ഇനാമൽ. ഏതാണ്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ഫംഗസിനെ കുറിച്ചുള്ള പഠനം? ഫംഗസിനെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. ഫംഗസിനെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരുജീവി? മത്സ്യം. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരുജീവി ഏതാണ്? മത്സ്യം. മണ്ണിരയുടെ ശ്വസനാവയവം ഏത്? മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ത്വക്ക്. ഏതാണ്? ത്വക്ക്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം? രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി. ജീവകം സി. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം? ജീവകം സി. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം? ജീവകം സി. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1. വിറ്റാമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? അസ്കോർബിക് ആസിഡ്. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം? എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം. കാൽസ്യമാണ്. കറുത്ത മരണം എന്ന് വിശേഷിപ്പിക്കുന്ന രോഗം? കറുത്ത മരണം എന്ന് വിശേഷിപ്പിക്കുന്ന രോഗം പ്ലാഗ്. പ്ലാഗ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്ക്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്. മനുഷ്യരിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു? മനുഷ്യരിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി. ശരീരത്തിലെ രാസപ്രവർത്തനശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം? ശരീരത്തിലെ രാസപ്രവർത്തനശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. ഏതാണ്? കരൾ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം ഏതാണ്? നിക്കോട്ടിൻ. ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം. ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം. ശ്വസനവാതകങ്ങളുടെ സംവാഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ശ്വസനവാതകങ്ങളുടെ സംവാഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ചുവന്ന രക്താണുക്കൾ. ഏതാണ്? ചുവന്ന രക്താണുക്കൾ. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം? മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം 300 ഗ്രാം. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ. ആരാണ്? വർഗീസ് കുര്യൻ.
നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. നീലവിപ്ലവം മത്സ്യം. കോക്കോസ് ന്യൂസിഫ്ര എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കോക്കോസ് ന്യൂസിഫ്ര എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? തെങ്ങ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം. ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം ഹൃദയം. ഹൃദയം. നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? കൈഫോസിസ്. കൈഫോസിസ്. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.